നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. നമ്മൾ രാത്രിയിൽ ഉറങ്ങാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉറങ്ങാതെ വളരെ അധികം നേരം നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ അപ്പിൻ്റെ ഈ ഒരു ആശയത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റേ അപ്പിന് ഒരുപാട് മീനിങ്ങുകളുണ്ട്. അതൊന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റേ അപ്പ് ചേർത്തുള്ള ആ സെൻറ്റൻസുകൾ ഏത് സാഹചര്യത്തിലാണോ പറയുന്നത് എന്ന് നോക്കുക. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ സ്റ്റേ അപ്പിന് മീനിങ് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ ഒരാശയം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. രാത്രിയിൽ ഒരുപാട് നേരം ഉറങ്ങാതെ ഇരുന്നു അല്ലെങ്കിൽ വളരെ വൈകിയാണ് ഉറങ്ങിയത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം ആശയത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ. ഒന്നാമത്, ഐ യൂഷ്വലി ഗോ ടു ബെഡ് എയർലി. ഞാൻ സ്ഥിരമായിട്ട് വളരെ നേരത്തെയാണ് ഉറങ്ങാറുള്ളത്. ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറ്റ് അബൌട്ട് 10. ഞാൻ 10 മണിക്കാണ് സ്ഥിരമായിട്ട് ഉറങ്ങാറുള്ളത്. ബട്ട് ഓൺ ദ വീക്കെൻഡ്സ്, പക്ഷേ വീക്കെൻഡുകളിൽ ഐ ഗോ ടു ബെഡ് ലേറ്റ്. ഞാൻ വളരെ വൈകിയാണ് ഉറങ്ങാറുള്ളത്. സംടൈംസ് ഐ ഗോ ടു ബെഡ് അറ്റ് മിഡ് നൈറ്റ്. ചില സമയത്ത് ഞാൻ മിഡ് നൈറ്റിലാണ് ഉറങ്ങാറുള്ളത്. മിഡ് നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി 12 മണി ആ സമയമാണ്. ആൻഡ് സംടൈംസ് ഐ ഗോ ടു ബെഡ് അറ്റ് 2. ചില സമയത്ത് ഞാൻ 2 മണിക്കാണ് ഉറങ്ങാറുള്ളത്. ഐ ആം അവേക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. രാത്രികളിൽ ഞാൻ ഉണർന്നാണ് ഇരിക്കാറുള്ളത്. ഐ ഗോ ടു ബെഡ് പാസ്റ്റ് മൈ ബെഡ് ടൈം. ഞാൻ എൻ്റെ ബെഡ് ടൈം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാറുള്ളത്. ഐ സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ ദ വീക്കെൻഡ്സ്. ഞാൻ വീക്കെൻഡുകളിൽ വളരെ വൈകിയാണ് ഉറങ്ങാറുള്ളത് അല്ലെങ്കിൽ വളരെ അധികം നേരം ഉണർന്നിരിക്കും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അവിടെ ഞാൻ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ ദ വീക്കെൻഡ്സ്. ഞാൻ വീക്കെൻഡുകളിൽ വളരെ വൈകിയാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാതെ ഇരിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. ഐ സ്റ്റേ അപ്പ് അണ്ടിൽ മിഡ് നൈറ്റ്. ഞാൻ മിഡ് നൈറ്റ് വരെയും ഉറങ്ങാതെ ഇരിക്കും, മീൻസ് ഉണർന്നിരിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. ആൻഡ് സംടൈംസ് ഐ സ്റ്റേ അപ്പ് അണ്ടിൽ 2. ചില സമയങ്ങളിൽ ഞാൻ 2 മണി വരെയും ഉണർന്നിരിക്കും എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസാണ്. ഇവിടെയെല്ലാം ഞാൻ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊടുത്തിരിക്കുന്ന ആശയം എന്ന് വെച്ചാൽ 2 മണി വരെ, മീൻസ് ഞാൻ ഉറങ്ങാതെ ഇരിക്കും അല്ലെങ്കിൽ ഉണർന്നിരിക്കും എന്നൊരാശയമാണ് അവിടെ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. രാത്രിയിൽ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ വളരെ അധികം നേരം ഉണർന്നിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഐ യൂഷ്വലി സ്റ്റേ അപ്പ് ടിൽ മിഡ് നൈറ്റ് ഓൺ വീക്കെൻഡ്സ്. ഞാൻ സ്ഥിരമായിട്ട് വീക്കെൻഡുകളിൽ മിഡ് നൈറ്റ് വരെ ഉറങ്ങാതെ ഇരിക്കും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഐ യൂഷ്വലി സ്റ്റേ അപ്പ് ടിൽ മിഡ് നൈറ്റ് ഓൺ വീക്കെൻഡ്സ്. ഞാൻ വീക്കെൻഡ്സുകളിൽ മിഡ് നൈറ്റ് വരെ ഉറങ്ങാതെ ഇരിക്കും അല്ലെങ്കിൽ ഉണർന്നിരിക്കും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഡു യു സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ ദ വീക്കെൻഡ്സ്. നിങ്ങൾ വീക്കെൻഡുകളിൽ ഉറങ്ങാതെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യെസ്, ഐ ഒക്കേഷണലി സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ ദ വീക്കെൻഡ്സ്. അത് ഞാൻ വീക്കെൻഡുകളിൽ വല്ലപ്പോഴും, ഒക്കേഷണലി എന്ന് വെച്ചാൽ വല്ലപ്പോഴും എന്നാണ്. യെസ്, ഐ ഒക്കേഷണലി സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ ദ വീക്കെൻഡ്സ്. അത് ഞാൻ വീക്കെൻഡുകളിൽ വല്ലപ്പോഴും ഉറങ്ങാതെ ഇരിക്കും, മീൻസ് ഉണർന്നിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഡസ് ഹി സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. അവൻ വീക്കെൻഡുകളിൽ ഉണർന്നിരിക്കുമോ, മീൻസ് ഉറങ്ങാതെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഹി സ്റ്റേസ് അപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. അതെ, അവൻ വീക്കെൻഡുകളിൽ ഉറങ്ങാതെ ഇരിക്കും, ഉണർന്നിരിക്കും എന്ന് പറയുന്നൊരു ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹി യൂഷ്വലി സ്റ്റേസ് അപ്പ് വാച്ചിങ് ടി വി. അവൻ ടി വി കാണാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വളരെ അധികം നേരം ഉണർന്നിരിക്കാറുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഡു യു സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് ടി വി. നിങ്ങൾ ടി വി കാണാൻ വേണ്ടിയിട്ട് രാത്രിയിൽ വളരെ അധികം നേരം ഉറങ്ങാതെ ഉണർന്നിരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഐ ഓഫൺ സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് ടി വി. അത് ഞാൻ മിക്കപ്പോഴും, അതായത് ഓഫൺ എന്ന് വെച്ചാൽ മിക്കപ്പോഴും എന്നാണ്, ഫ്രീക്വൻ്റ് ആയിട്ടെന്നാണ്. യെസ്, ഐ ഓഫൺ സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് ടി വി. അത് ഞാൻ ടി വി കാണാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും രാത്രിയിൽ ഉറങ്ങാതെ ഉണർന്നിരിക്കാറുണ്ട് എന്നൊരു പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഡസ് ഹി സ്റ്റേ അപ്പ് ലേറ്റ് വാച്ചിങ് ടി വി. അവൻ ടി വി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം രാത്രിയിൽ ഉണർന്നിരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. യെസ്, ഹി സ്റ്റേസ് അപ്പ് വാച്ചിങ് ടി വി. അതെ, അവൻ ടി വി കാണാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഉറങ്ങാതെ ഒരുപാട് നേരം ഉണർന്നിരിക്കാറുണ്ട് എന്ന് പറയുന്നൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഷീ യൂഷ്വലി സ്റ്റേസ് അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. അവൾ സ്ഥിരമായിട്ട് ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വൈകിയാണ് കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ വളരെ അധികം നേരം ഉണർന്നിരിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഷീ യൂഷ്വലി സ്റ്റേസ് അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. ഡു യു സ്റ്റേ അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. നിങ്ങൾ ബുക്ക് വായിക്കാനായിട്ട് രാത്രിയിൽ വളരെ അധികം നേരം ഉണർന്നിരിക്കാറുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഐ ഓഫൺ സ്റ്റേ അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. അത് ഞാൻ മിക്കപ്പോഴും ബുക്കുകൾ വായിക്കുവാനായിട്ട് വളരെ അധികം നേരം ഉറങ്ങാതെ ഇരിക്കാറുണ്ട്, മീൻസ് ഉണർന്നിരിക്കാറുണ്ട് എന്ന് പറയുന്നൊരു ആൻസറാണ്. ഡസ് ഷീ സ്റ്റേ അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. അവൾ ബുക്കുകൾ വായിക്കുവാനായിട്ട് വളരെയധികം നേരം ഉണർന്നിരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യെസ്, ഷീ സ്റ്റേസ് അപ്പ് ലേറ്റ് റീഡിങ് ബുക്സ് ഇൻ ബെഡ്. അതേ, അവൾ ബുക്കുകൾ വായിക്കുവാനായിട്ട് വളരെയധികം നേരം
ഉണർന്നിരിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. കുറച്ച് കോൺവെർസേഷൻ സെൻറ്റൻസുകളാണ്. ആർ യു ഗോയിങ് ടു സ്റ്റേ അപ്പ് ടു വാച്ച് ദ ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ? നിങ്ങൾ രാത്രിയിലെ ഷോ കാണുവാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ ഇരിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ആർ യു ഗോയിങ് ടു സ്റ്റേ അപ്പ് ടു വാച്ച് ദ ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ? അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആൻസർ കൊടുത്തിരിക്കുകയാണ്, യാ, അതെ, ഐ ലവ് ദാറ്റ് ഷോ. എനിക്ക് ആ ഷോ ഭയങ്കര ഇഷ്ടമാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ഫോർ ഇറ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉണർന്നിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ഹാവ് ടു ഫിനിഷ് ദിസ് റിപ്പോർട്ട് ബൈ ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ആകുന്നതിന് മുമ്പ് എനിക്ക് ഈ റിപ്പോർട്ട് തീർക്കണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഒരാൾ പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയാണ്, ലുക്സ് ലൈക്ക് യു വിൽ ബി സ്റ്റേയിങ് അപ്പ് ലേറ്റ് ടു നൈറ്റ് ടു ഗെറ്റ് ഇറ്റ് ഡൺ. നീ പറയുന്നത് കേട്ടിട്ട് നീ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ ഇരിക്കും എന്ന് തോന്നുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന ആ സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസായിട്ട് പോകാം. ഹൗ ലേറ്റ് ഡിഡ് യു സ്റ്റേ അപ്പ് അറ്റ് ദ പാർട്ടി? നിങ്ങൾ പാർട്ടിക്ക് എത്ര മണി വരെ നിന്നു, എത്ര മണി വരെ ഉറങ്ങാതെ നിന്നു എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹൗ ലേറ്റ് ഡിഡ് യു സ്റ്റേ അപ്പ് അറ്റ് ദ പാർട്ടി? അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആൻസർ കൊടുത്തിരിക്കുകയാണ്, ഐ സ്റ്റേ അപ്പ് അണ്ടിൽ 3 AM. ഞാൻ 3 മണി വരെ ഉറങ്ങാൻ നിന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. പാസ്റ്റാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ സ്റ്റേ അപ്പ് അണ്ടിൽ 3 AM. ഞാൻ 3 മണി വരെ ഞാൻ ഉറങ്ങാൻ നിന്നു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അത് ഭയങ്കര ഫണ്ണായിരുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. കോൺവെർസേഷൻ സെൻറ്റൻസാണ്. അപ്പോൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. രാത്രിയിൽ നമ്മൾ ഉറങ്ങാതെ ഒരുപാട് നേരം ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ് ഈ ഒരു ഫ്രേസൽ വെർബിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.